എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. കൂടെയുള്ള ഓൾ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. ഏകദേശം ഒരു 300 ഗ്രാമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിൽ കുറച്ച് നല്ല ജീരകവും കൂടി കൂട്ടി ചതക്കുക. നല്ല ജീരകം മറക്കരുത്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ല ജീരകം മറക്കരുത് ചതക്കാൻ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എനിക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുളകിൻ്റെ കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരിയാണ്, പേരുണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. 1 മണിക്കൂറോളം അവിടെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ. ഇത്രയും ചേർത്തിട്ട് അത് ഈ ഒരു ചിക്കൻ പീസസിലേക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇനി നമ്മളൊന്നുമില്ല, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, ആ പുറമേയുള്ള കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഉള്ളൂ അകത്തെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇനി അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ പീസസ് എല്ലാം നല്ല പോലെ മൊരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ പീസസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് പച്ചമുളക്, എരിവിന് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യം പോലെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ആ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ ഒരു പീസസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, ആർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ മറക്കരുത്. താങ്ക് യു.